തൃശ്ശൂർ തന്നെയാണോ വീട്? എല്ലാ വർഷവും തൃശ്ശൂർ പൂരം മുടങ്ങാതെ കാണും. എങ്ങനെയാണ് അതിന്റെ ഒരു ആവേശമൊക്കെ? ആവേശം, ഞാൻ വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങിയതാ. അതെ, ഇനിയിപ്പോ എപ്പോഴാ തിരിച്ചു പോകുന്നത്? ഞാനും ഇവിടുന്നിപ്പോ ഈ മടത്തി വരവ് കേറി കഴിഞ്ഞ വീട്ടിൽ പോകും ഊണ് കഴിക്കാൻ. എന്നിട്ട് വെടിക്കെട്ടിന് വരും, പിന്നെ വൈകിട്ട് വരും, കുടമാറ്റത്തിന് വരും. വെടിക്കെട്ടും കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ. അതെ, നമ്മളും അതേപോലെ രാവിലെ എത്തിയതാന്ന് തോന്നുന്നു. അതെ അതെ, ഞാൻ തിരുവനന്തപുരത്ത് എത്തിയതാ. തിരുവനന്തപുരത്ത് നിന്ന് വന്നാണോ പൂരം കാണാൻ വേണ്ടി? അതെ അതെ, കോഴിക്കോടാ വീട്. അപ്പം ജോലി ചെയ്യുന്നത് അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ രാത്രി കയറിയതാ, ഇന്ന് രാവിലെ 3 മണിക്ക് എത്തി. അതെ അതെ അതെ, ഇവിടെ എത്തും. ഇത് എല്ലാ കൊല്ലം വരുന്നതാണ്? ഞാൻ ആദ്യമായിട്ടാ ഇപ്പൊ വരുന്നത് ഇവിടെ. അപ്പൊ എല്ലാ ചടങ്ങുകളും കണ്ടിട്ടാണ് പോവുള്ളൂ, രാത്രി പോവുള്ളൂ. തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാര്യങ്ങൾ അറിയാം. പൂരം വരവും ഇലഞ്ഞിത്തറമേളം ഒക്കെ അറിയാം. ഇനിയിപ്പോൾ എല്ലാം കാണാൻ പോകുന്ന ഒരു ആവശ്യത്തിലാണ്. അതെ, എല്ലാ തൃശ്ശൂരുകാരും ഇവിടെ തിങ്ങി നിൽക്കുന്നു. ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ സംശയം തീർത്തിട്ടേ തൃശ്ശൂരുകാരൊക്കെ പോകുള്ളൂ. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? Chennai. Did you come just to see the Puram festival? This is the first time we are here, and we are so excited to see the elephants. So you are fans of elephant? Yes, that's why we are here. Okay, so do you know the rituals of this Thrissur Puram and all? A little bit we know. Yeah, that's it. So you are here for the first time? Yeah, for first time. We are studying in Coimbatore College, so. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, തൃശ്ശൂർ പൂരം കാണാനേ എങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് ചെന്നൈ വരെ എത്തി നമ്മള്. അതെ അതെ, ചെന്നൈ എത്തി, അവിടെ എത്തി. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അവിടെ ഒരാള് തിരിയണം, പോയി അഖിൽ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഈ ആദ്യമായി വരുന്നവർക്കൊക്കെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളെ പറ്റി വലിയൊരു ധാരണ ഉണ്ടായിന്ന് വരില്ല. അവര് പറഞ്ഞു കേട്ടും TV യിൽ കണ്ടുമൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്.